മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ട ബാബുവിന്റെ അമ്മയെയും സഹോദരനെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറാട് സ്വദേശികളായ റഷീദ, മകൻ ഷാജി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. 2022 മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ കയറി കുടുങ്ങിയ ബാബുവിന്റെ അമ്മയെയും സഹോദരനെയുമാണ് തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബാബുവിന്റെ അമ്മ റഷീദ 46 വയസ്സും സഹോദരൻ ഷാജി 23 വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി ഒരു 11 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരം ചെന്നൈ മെയിലിന് മുന്നിലേക്ക് ഇവർ ചാടുകയായിരുന്നു. മലമ്പുഴ മന്തക്കാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ. കുടുംബ പ്രശ്നങ്ങളാവാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2022 ഫെബ്രുവരിയിലായിരുന്നു ഈ കൂട്ടുകാർക്കൊപ്പം ചെറാട് കുറുമ്പാച്ചി മലയിലെത്തിയ ബാബു അപകടത്തിൽപ്പെട്ടത്. 3 സുഹൃത്തുക്കൾക്കൊപ്പം ഈ ബാബു മല കയറുകയും പിന്നീട് കനത്ത വെയിലിൽ ക്ഷീണം തോന്നിയതോടെ കൂട്ടുകാർ ശ്രമം ഉപേക്ഷിക്കുകയും ബാബു തിരിച്ചിറങ്ങുന്നതിനിടെ അല്പം കൂടി മുന്നിലേക്ക് പോയ ബാബു മറ്റൊരു മലയിടുക്കിൽ കുടുങ്ങുകയുമായിരുന്നു. പിന്നീട് ഉയരത്തിൽ നിന്ന് 400 മീറ്ററോളം തറനിരപ്പിൽ നിന്ന് 600 മീറ്ററും ഇടയിൽ മലയിൽ കുടുങ്ങിയ ബാബു കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നതിനാൽ ബാബു തന്നെ താൻ കുടുങ്ങിയ വിവരം മറ്റുള്ളവരെ അറിയിക്കുകയും കൂട്ടുകാർക്കും പോലീസിനും ബാബു കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് അയക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. 45 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ ബാബുവിനെ അന്ന് രക്ഷപ്പെടുത്തിയിരുന്നത്. സൈന്യത്തിന്റെയും സഹായത്തോടെയായിരുന്നു അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബംഗളൂരുവിൽ നിന്നും ഊട്ടിയിൽ നിന്നൊക്കെ 2 യൂണിറ്റ് കരസേനയും 40ഓളം NDRF, പോലീസ്, വനം വകുപ്പ്, നാട്ടുകാർ എന്നിവരുടെയൊക്കെ സംയുക്ത ശ്രമത്തിനൊടുവിലായിരുന്നു ബാബുവിനെ അന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. റോപ്പ് ഉപയോഗിച്ച് ബാബുവിനെ മലമുകളിലേക്ക് ഉയർത്തി 400 മീറ്റർ ഉയരത്തിലേക്ക് എത്തിച്ചായിരുന്നു അന്ന് രക്ഷപ്പെടുത്തിയത്. കരസേനയിലെ 2 സൈനികരായിരുന്നു അന്ന് ദൗത്യത്തിന് നിർണായക പങ്കും വഹിച്ചത്. അതേസമയം തന്നെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം അമ്മയോടും നാട്ടുകാരോടുമൊക്കെ വഴക്കിടുന്ന ബാബുവിന്റെ വീഡിയോ 2 തവണ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഈ ബാബു ലഹരിക്ക് അടിമയാണെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ആരോപിച്ച് ആളുകൾ രംഗത്തെത്തുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഏതായാലും ഈ അമ്മയെയും സഹോദരനെയും നാട്ടുകാർക്ക് വലിയ ബഹുമാനമായിരുന്നു. കാരണം ഈ ബാബു മലയിൽ കുടുങ്ങിയ സമയത്ത് ഈ മകന് വേണ്ടി അമ്മ ഒരു വെയിലിൽ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ചയായതായിരുന്നു. ഒരമ്മ ഭക്ഷണം പോലും കഴിക്കാതെ തന്റെ മകൻ തിരിച്ചു വരുന്നതിന് വേണ്ടി കാത്തു നിന്നത്. മാത്രമല്ല ഈ സഹോദരനും വലിയ രീതിയിൽ അന്ന് തന്റെ സഹോദരൻ ബാബുവിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി, ബാബുവിനെ രക്ഷപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടി അന്ന് വലിയ ശ്രമം നടത്തിയിരുന്ന ആളുകളായിരുന്നു. അവരെ 2 പേരെയുമാണ് ഇപ്പോൾ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യയാണ്, കുടുംബ പ്രശ്നമാണ് ഈ ആത്മഹത്യക്ക് കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അരുണാണ് വിവരങ്ങൾ നൽകിയത്.